പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ജി സുധാകരൻ. CPM-ൽ വലിയ പ്രതിസന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി അംഗത്വം പുതുക്കില്ല എന്ന നിലപാടിൽ സുധാകരൻ അയ്യമോ ഇല്ലയോ എന്ന സസ്പെൻസ് ഈ ദിവസം തുടരുകയാണ്. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള മഞ്ഞുരുകലിന് തുടക്കമാകുമോ എന്ന കാത്തിരിപ്പ് കൂടിയുണ്ട്. രാഷ്ട്രീയമായി ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുമ്പോൾ ഉദ്ഘാടനത്തിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് സുധാകരൻ അറിയിച്ചു എന്നാണ് വിവരം. ആലപ്പുഴയിൽ ഉള്ള മുഖ്യമന്ത്രി നേരിട്ട് ഒരു അനുനയത്തിന് എത്തുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഇന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നുണ്ടോ? അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ? ഈ ചടങ്ങിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നില്ല എന്നതിൽ മാറ്റമുള്ളതായി സൂചനയുണ്ടോ ഇപ്പോൾ? മുഖ്യമന്ത്രിക്ക് ഇന്ന് 2 പൊതുപരിപാടികളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം പുന്നപ്രയിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗം ആദ്യ ഉദ്ഘാടനം നടക്കുന്ന മങ്കൊമ്പിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം പെരുമ്പളത്തേക്കും പോകും. ഇതിനിടയിൽ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ മറ്റോ വിശ്രമിച്ചാൽ മാത്രമേ ജി സുധാകരനുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഒപ്പം തന്നെ രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹം ജി സുധാകരനെ നേരിട്ട് വന്ന് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് റിയാസും ജി സുധാകരനെ നിലവിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ മങ്കൊമ്പിലെ പരിപാടിയിലേക്ക് മുഹമ്മദ് റിയാസ് എത്തുകയും ചെയ്തു. എന്തായിരുന്നാലും ഈ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് 3 ദിവസം മുമ്പ്, അതായത് ജി സുധാകരൻ കലാപക്കൊടി ഉയർത്തുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് റിയാസ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജി സുധാകരൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാതി, അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോൾ തറക്കല്ലിട്ട പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല തറക്കല്ലിടലിൻ്റെ ഫലകം പോലും മാറ്റിവെക്കുന്ന രീതിയിലുള്ള പ്രതികാരപരമായ നടപടികൾ ചിലർ സ്വീകരിക്കുന്നു. അതിനെതിരെയൊക്കെയുള്ളൊരു പ്രതിഷേധമായിരുന്നു ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് 3 ദിവസമാകുന്നു. ഇതുവരെ ജി സുധാകരൻ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. മൗനം തുടരുകയാണ്. ഇന്നലെയാണ് ഒരുപക്ഷെ അനുനയം സാധ്യമായേക്കും എന്ന സൂചനകളൊക്കെ വന്നിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഇന്നും ഇപ്പോഴും അവ്യക്തത തുടരുകയാണോ? ജി സുധാകരൻ പാർട്ടി വിട്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷ CPM-നില്ല. അദ്ദേഹം പാർട്ടി അംഗത്വം അഥവാ പുതുക്കിയില്ലെങ്കിൽ തന്നെ പാർട്ടി അനുഭാവിയായി തുടരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. ജി ഭുവനേശ്വരനെ കൊന്നത് KSU പ്രവർത്തകരാണ്. അങ്ങനെ ഒരു പാളയത്തിലേക്ക് അദ്ദേഹം ചെന്ന് കയറും എന്നുള്ളൊരു പ്രതീക്ഷ CPM-നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തി അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി അല്ലെങ്കിൽ പാർട്ടിക്ക് കുലംകുത്തിയായി മാറില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. പക്ഷേ UDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അവർ പരസ്യമായി പറയുന്നില്ലെങ്കിലും ജി സുധാകരൻ കലാപക്കൊടി ഉയർത്തി പുറത്തു വന്നാൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, രഘുനാഥ് നാരായണനാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ജി സുധാകരനും CPM-ഉം തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഈ ദിവസം ഉണ്ടാകുമോ എന്ന വലിയ ആകാംക്ഷ, രാഷ്ട്രീയമായ ആകാംക്ഷ നിലനിൽക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി നേരിൽ കാണാനുള്ള സാധ്യത പക്ഷേ ഇതുവരെയുമുള്ള പരിപാടികളുടെ ഷെഡ്യൂളിൽ അക്കാര്യം ഉൾപ്പെടുത്തപ്പെട്ടില്ല. ഔദ്യോഗികമായ കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്നാണ് രഘു നൽകുന്ന വിവരം.